അനീഷ, ഒരു കാര്യം കൂടി, മുസ്ലിം ഏകീകരണം നടന്നു എന്ന് പറയുമ്പോൾ അത് UDF അനുകൂലമാണെന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇത്തവണ ആഗ്രഹമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷെ UDF അനുകൂലമായിരിക്കും എന്ന സൂചന കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടോ? പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണോ? തീർച്ചയായും അത്തരമൊരു ന്യൂനപക്ഷ ഏകീകരണം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്തൊരു ഭൂരിപക്ഷ ഏകീകരണത്തിനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നില്ല. കാരണം കോൺഗ്രസും ഇതുതന്നെയാണ് ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏത് വിധേനയും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക, തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കോൺഗ്രസ് ദുർബലമാവുകയും ഒരുപക്ഷെ കൂടുതൽ നേതാക്കളൊക്കെ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോലും ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന വിലയിരുത്തലാണ് പരക്കെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒപ്പം 2 വട്ടം കഴിഞ്ഞു 3-ാം വട്ടത്തിലേക്ക് CPM ഭരിക്കാനെത്തുമ്പോൾ CPMന് അത് ഒരു ശിഥിലമാകലിൻ്റെ ഒരു തുടക്കമായി മാറും. നേരത്തെ സച്ചിദാനന്ദനെ പോലുള്ള CPM സഹയാത്രികർ പോലും തുടർഭരണം വേണ്ട, അല്ലെങ്കിൽ തുടർഭരണം ആ പാർട്ടിയെ ഇല്ലാതാക്കും എന്ന വിമർശനവുമായൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് BJPക്ക് കടന്നുകയറാനുള്ള ഒരു വാതായനം എന്ന് പറയുന്നത് തീർച്ചയായും ഈ 2 മുന്നണികളുടെയും ശിഥിലീകരണമാണ്. അത് ഈ തുടർഭരണം കൊണ്ട് ഉണ്ടാവും എന്നൊരു കണക്കൂട്ടലാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് മുസ്ലിം വിഭാഗങ്ങളിൽ ഒരു ഏകീകരണം ഉണ്ടാകുമ്പോൾ മറുവശത്ത് ഒരു ഏകീകരണം ഒരു പക്ഷേ ഹിന്ദു വോട്ടുകളിൽ ഉണ്ടായേക്കാം എന്ന ധ്വനി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. ഒപ്പം ഈ ഘട്ടത്തിൽ തന്നെ ഭരണമാറ്റം സംഭവിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ UDF വീണ്ടും ഭരണം പിടിച്ചാൽ അത് ഒരുപക്ഷെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് മാത്രം കേരളത്തിൽ ഭരണം നിശ്ചയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ പിണറായി വിജയൻ വീണ്ടും എത്താനുള്ള ഒരു സാധ്യതകൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്ന രൂപത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ BJPയുടെ അണികൾ, അല്ലെങ്കിൽ BJPയോട് ചേർന്ന് നിൽക്കുന്നവർ, BJPയുടെ സഹയാത്രികരൊക്കെ ചിന്തിച്ച ഒരു രീതി ഒരുപക്ഷെ ആദ്യമായാവും ഇത്ര അടുത്ത് BJPയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ പരസ്യമായി തന്നെ ഈ മനോഗതം, അല്ലെങ്കിൽ എന്ത് രീതിയിലായിരിക്കണം ഒരു BJP നേതാവ് അല്ലെങ്കിൽ ഒരു BJP പ്രവർത്തകൻ ചിന്തിച്ചിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്നത്. കാരണം അവർക്കൊരു വളർച്ച ഉണ്ടാവണമെങ്കിൽ അവരുടെ വോട്ടുകൾ പരമാവധി അവർ തന്നെ സമാഹരിച്ചാൽ അവർക്ക് കേരളം ഭരിക്കാനാവില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ മുന്നണികളെ ശിഥിലീകരിക്കാൻ അവർ ഒരുപക്ഷെ CPMന് നൽകുന്ന വോട്ട് അവർക്ക് ഗുണകരമാവും എന്ന ഒരു ചിന്ത, അത്തരമൊരു ചിന്ത ഒരുപക്ഷെ അണികൾക്കിടയിലേക്ക്, BJP പ്രവർത്തകർക്കിടയിലേക്കൊക്കെ കൈമാറപ്പെട്ടാൽ അത് ഫലത്തെ മാറ്റാം. ഈ ന്യൂനപക്ഷ ഏകീകരണത്തിന് എതിരായ ഒരു ഭൂരിപക്ഷ ഏകീകരണം ഒരുപക്ഷെ കേരളത്തിൽ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കരുതാം. തീർച്ചയായും ഇതിന് ചില പ്രസക്തികൾ കൂടെ ഉണ്ട്. കാരണം സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലൊന്നും BJPക്ക് വലിയ ശേഷിയില്ല. ഏതാണ്ട് 10-15 താഴെയുള്ള മണ്ഡലങ്ങളിൽ മാത്രമാണ് വലിയ ഒരു സ്വാധീന ശക്തിയായി അവർ നിലനിൽക്കുന്നത്. അതിൽ വിജയസാധ്യത പോലും പ്രവചിക്കാൻ കഴിയുന്നത് ഏതാണ്ട് 5-ൽ താഴെ മണ്ഡലങ്ങളിലാണ്. അവശേഷിക്കുന്ന 130 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അവിടെ ആരോടൊപ്പം BJP നിന്നു, അല്ലെങ്കിൽ BJPയുടെ അനുഭാവികൾ നാളെ കേരളം ഭരിക്കണം എന്ന് BJP ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഗുണകരമാവുന്നത് ഇത്തവണ LDFന് നൽകുന്നതാണ് എന്ന തരത്തിലേക്കൊരു ചിന്ത വന്നാൽ ഈ ന്യൂനപക്ഷ ഏകീകരണത്തെ മറികടക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അതിന് ധ്വനി നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ചിദാനന്ദപുരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സജിത്ത്. അനീഷ, ഒരു കാര്യം കൂടി, അദ്ദേഹം ഈ സമീപത്തെ കാലത്ത് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ തന്നെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയതാണ് ഈ നന്ദഗോവിന്ദം ഭജൻസ് വിവാദം. ഇതിൽ ഈ ശശികലയുടെ നിലപാടിനെ എതിർത്ത് വലിയ പരസ്യ നിലപാടെടുത്തവരുണ്ട്. സംഘപരിവാർ സംഘടനകൾ തന്നെയുണ്ട്, BJP അനുകൂലികളിലൊക്കെ അത്ര നിലപാടെടുത്തവരുണ്ട്. ഇവിടെ ചിദാനന്ദപുരി പറയുന്നത് ഒരു പൂർണ്ണമായും ശശികലയെ അനുകൂലിക്കുന്നില്ല, എന്നാൽ നന്ദഗോവിന്ദം ഭജൻസിനെ തള്ളിയെടുക്കുന്ന ഒരു നിലപാട് തന്നെയല്ലേ ഇത്? ഈ സംഘപരിവാർ ഗ്രൂപ്പുകൾക്കിടയിൽ നടക്കുന്ന ഒരു ആശയക്കുഴപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രകടമാണോ ഈ വിഷയത്തിൽ? തീർച്ചയായും അദ്ദേഹം ഒരു തരത്തിൽ, അതായത് ഈ ക്ഷേത്രത്തിൽ ഈ ഭജന പാടാനുണ്ടായ സാഹചര്യം അത് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടാണ് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് വ്യക്തതയില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നു, ഭജനയാണെങ്കിൽ ഭജന എന്ന രീതിയിൽ തന്നെ പാടണം. ഈ മതേതര ഭാവം എടുത്തണിയാൻ വേണ്ടി ഇത്തരം പാട്ടുകൾ പാടേണ്ടതില്ല എന്ന് പറയുന്നു. ഗാനമേളയാണെങ്കിൽ ഒരുപക്ഷെ ഏത് പാട്ടും പാടി അവർക്ക് മുന്നോട്ട് പോകാൻ. പക്ഷേ നന്ദഗോവിന്ദം ഭജൻസ് എന്ന പേരിലാണ് അവർ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ക്ഷേത്രഭാവത്തിലുള്ള പരിപാടികൾ വേണം കാര്യത്തിൽ ഉണ്ടാവാം. ഭജന എന്ന പേരിലാണെങ്കിൽ ക്ഷേത്രവും ക്ഷേത്രവിശ്വാസികളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പേരുകൾ വേണം. ഭജനയിൽ മതേതര ഭാവം അണിയാൻ ഇതര പാട്ടുകൾ പാടേണ്ടതില്ല. അതിൽ തന്നെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ആശയമുണ്ട്. അതായത് മതേതര ഭാവം എടുത്തണിയാൻ, താൻ മതേതരനെന്ന് കാണിക്കുന്നതിനായി, അല്ലെങ്കിൽ തങ്ങളുടെ ഭജനസംഘം മതേതരമെന്ന് തെളിയിക്കുന്നതിനായി ഇത്തരത്തിൽ പാടേണ്ടതില്ല. എല്ലാം അംഗീകരിക്കാൻ ഒറ്റ സമൂഹം മാത്രം എന്നത് വികലമായ കാഴ്ചപ്പാടാണ് എന്നും അദ്ദേഹം പറയുന്നു. സാധാരണഗതിയിൽ ഇത്തരം ചർച്ചകളൊക്കെ വരുന്നത് ഈ ഹൈന്ദവ സമൂഹം പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്ന രീതിയിലൊക്കെയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. മറിച്ചൊരു ക്രിസ്ത്യൻ പള്ളിയിൽ ഇത്തരമൊരു ക്രമത്തിനിടയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധനയ്ക്കിടയിൽ
അവരുടെ ഒരു ഡിവോഷണൽ ഭജനക്കിടയിൽ ഒക്കെ ഹൈന്ദവ പാട്ടുകൾ പാടുമോ, അല്ലെങ്കിൽ മുസ്ലിം ദേവാലയങ്ങളിൽ അത്തരം പാട്ടുകൾ കൂടി പാടുമോ എന്ന ചോദ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ പാടിയാൽ ഹൈന്ദവ ദേവാലയങ്ങളിലും അത് പാടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ പോയി രാമൻ്റെയോ ഭദ്രകാളിയുടെയോ പാട്ട് പാടിയാൽ എങ്ങനെ അവർ അത് സ്വീകരിക്കുമെന്ന് ചിന്തിക്കണമെന്ന് പറയുന്നു. ഒരുപക്ഷെ വൈദികർ, പുരോഹിതർ ഇക്കാര്യത്തെ, ജ്ഞാനമുള്ളവർ ഇക്കാര്യത്തെ സ്വീകരിച്ചാലും ഭക്തജനങ്ങൾ എങ്ങനെ ഈ കാര്യത്തെ, അതായത് ഒരു പള്ളിയിൽ ഭദ്രകാളിയുടെ പാട്ട് പാടുമ്പോൾ അതിനെ എങ്ങനെ ഉൾക്കൊള്ളും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ നിലപാട്, അല്ലെങ്കിൽ ആ ക്ഷേത്ര ഭാരവാഹികൾ പുറത്തിറക്കിയ കുറിപ്പൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർ പറയുന്നത്, നന്ദഗോവിന്ദം ഭജന നടന്ന ആ ഗ്രാമത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഹൈന്ദവ പാട്ട് പാടിയാൽ ഈ അമ്പലത്തിൽ പള്ളിയിലെ പാട്ട് പാടുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ആ ക്രൈസ്തവ ദേവാലയത്തിൽ അത്തരം പാട്ടുകൾ പാടുന്നുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ തന്നെ വേണം. മതേതരത്വത്തിൻ്റെ ഈ ഭാരം മുഴുവൻ ഒരു സമൂഹം മാത്രം ചുമക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം മറ്റു ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഭജന വിവാദം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ പലരും പറയുന്ന ഉദാഹരണം, ശബരിമലയിലെ ഹരിവരാസനം എന്ന ഗാനം ചൊല്ലുന്നത്, അതായത് അയ്യപ്പൻ്റെ ഉറക്കപ്പാട്ട് ചൊല്ലുന്നത് യേശുദാസ് ആണ്. ഒപ്പം ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന ഭക്തിസാന്ദ്രമായ ഗാനം ആലപിച്ചിരിക്കുന്നതും, ഒരുപാട് അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നതും, ഈ ഹൈന്ദവ ഭക്തി ഗാനങ്ങൾ പാടിയിരിക്കുന്നതും ക്രിസ്ത്യാനിയായ യേശുദാസാണ്. പക്ഷേ അതിലും അക്കാര്യം പറയുന്നു, ഇത് യേശുദാസ് പ്രതിഫലം വാങ്ങി പാടിയ ഒരു പാട്ടാണ്. പാട്ട് എഴുതിയത് വയലാറാണ്, സംഗീതം നൽകിയത് ദേവരാജനാണ്. അത് പ്രതിഫലം വാങ്ങി അദ്ദേഹത്തിൻ്റെ ജോലി എന്ന രീതിയിൽ ചെയ്ത പാട്ടാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഗുരുവായൂർ അമ്പല നടയിൽ കയറണമെന്ന് കരുതിയാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇതേ യേശുദാസ് തന്നെയാണ് 1000 കാതം അകലെയാണ് മായാതെ മക്ക മനസ്സിലുണ്ട് എന്ന ഗാനം ആലപിച്ചത്. പക്ഷേ യേശുദാസിന് മക്കയിൽ കയറാൻ കഴിയുമോ എന്ന ചോദ്യവുമൊക്കെ അദ്ദേഹം പറയുന്നു. അതായത് സമൂഹ മാധ്യമങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ചു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. വിമർശനം താൻ പരസ്യമായി ഉന്നയിക്കുന്നില്ല, നന്ദഗോവിന്ദൻ ഭജൻസിനെ ആക്ഷേപിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഭജനയാണെങ്കിൽ ഭജനായി തന്നെ നടത്തിയാൽ മതി, ഗാനമേളയാണെങ്കിൽ അതിൽ എല്ലാ പാട്ടും പാടാം, ക്ഷേത്ര ഭാവത്തോടു കൂടി വേണം ഭജന നടത്താൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സജിത്ത്. എന്തായാലും നന്ദഗോവിന്ദൻ ഭജൻസ് വിവാദത്തിലും ചിദാനന്ദപുരി നിലപാടെടുക്കുന്നു എന്നാണ് സാഹചര്യം. അനീഷുമായിട്ടാണ് വിശദമായി രാഷ്ട്രീയവും ഒപ്പം തന്നെ ഈ വിവാദങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടെടുത്തത്. എന്തായാലും തുടർ ചർച്ചകൾക്ക് വിധേയമാക്കുന്നതാണ്. ഇതിനകം തന്നെ യേശുദാസിനെതിരെ അദ്ദേഹം നടത്തിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ന്യൂസ് 8ൻ്റെ സോഷ്യൽ മീഡിയ കാർഡിനോടക്കം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്ന മണിക്കൂറുകൾ നമുക്ക് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം. ഇടവേളയാണ് മടങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.